1960 മാർച്ച് 9 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉമ്മ. സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുഞ്ചാക്കോയാണ്. മൊയ്തു പടിയത്തിൻ്റെ കഥയ്ക്ക് വിമൽ തിരക്കഥയും ശാരംഗപാണി സംഭാഷണവും രചിച്ചു. ഗാനങ്ങൾ പി. ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, എം രാജ, ജിക്കി, എസ് ബാബുരാജ്, മെഹബൂബ്, പി. ലീല, പി. ശ്രീനിവാസ് എന്നിവരായിരുന്നു ഗായകർ. തിക്കുറിശി, കെ. പി. ഉമ്മർ, ബഹദൂർ, എസ്. പി. പിള്ള, എസ്. ദേവ്, ബോബൻ കുഞ്ചാക്കോ, എസ്. സരോജ, രാജകുമാരി, എൽ. പൊന്നമ്മ, കാഞ്ചന, രാജമ്മ എന്നിവരായിരുന്നു താരങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹ്യ ചിത്രമായിരുന്ന ഉമ്മയിൽ ബോബൻ കുഞ്ചാക്കോ ബാലതാരമായാണ് അഭിനയിച്ചത്. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കഥ പറയാമൊരു കഥ പറയാം, കണ്ണീരെന്തിന് വാനമ്പാടി, മണ്ണ് മണ്ണായി മറയുമ്പോൾ. മലയാളികൾ ഇന്നും ഓർക്കുന്ന ഈ ഗാനങ്ങളൊക്കെ ഈ ചിത്രത്തിലേതാണ്. 15 ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. കഥ: സമ്പന്നനായ ഔക്കൊരു ഹാജിയാർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല. 3 സ്ത്രീകളെ വിവാഹം കഴിച്ച് മൊഴി ചൊല്ലിയ ആളാണ് ഹാജിയാർ. എങ്കിലും വീണ്ടും വിവാഹം കഴിക്കാനുള്ള മോഹത്തിലാണ് അയാൾ. ഇബ്രാഹിം കാക്കയുടെ മകളായ ഐഷ എന്ന മാതക സുന്ദരിയെ ഹാജിയാർ കാണുന്നു. ഐഷയിൽ ആകൃഷ്ടനായ ഹാജിയാർ തൻ്റെ കണക്കപ്പിള്ളയായ വട്ടത്തിൽ കുറുപ്പിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇബ്രാഹിം കാക്കയെ വരുതിയിലാക്കി ഐഷയെ വിവാഹം കഴിച്ചു. ഹാജിയാരുടെ മറ്റ് കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ ഉമ്മ പാത്തുമ്മ ബീവിയും അകന്ന ബന്ധത്തിൽപ്പെട്ട മഠയനായ ചുമ്മാ മമ്മൂഞ്ഞുമാണ്. ഐഷയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. സൈനബ എന്ന് പേരിട്ടു. ഐഷയിലുള്ള താല്പര്യം ഹാജിയാർക്ക് കുറഞ്ഞു. അയാൾ ഐഷയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന ഖദീജയിൽ നോട്ടമിട്ടു. ഖദീജയെ വിവാഹം കഴിച്ചു. 40 തികയാത്ത കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഐഷയെ മൊഴി ചൊല്ലി പുറത്താക്കി. മകളെയും കുഞ്ഞിനെയും ഇബ്രാഹിം കാക്ക പാടുപെട്ട് സംരക്ഷിക്കാൻ തുടങ്ങി. ഐഷയെ ആശ്വസിപ്പിച്ചിരുന്നത് അയൽവാസിയായ അന്നമ്മച്ചേടത്തിയും അവരുടെ മകൾ റോസിയുമാണ്. സൈനബ വളർന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി. ഹൈസ്കൂൾ വാർഷികത്തിൽ ഖാദറിൻ്റെ സൽസ്വഭാവിയും സൈനബയുടെ സതീർത്ഥനുമായ ഹമീദും ഒരു നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. അത് കണ്ട ഹാജിയാർക്ക് ഹാലിളകി. മകളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞു. എന്നാൽ ഇബ്രാഹിം കാക്കയും ഐഷയും അതിനെ എതിർത്തു. അതോടെ അവരോട് ഹാജിയാർക്ക് കടുത്ത പകയായി. സൈനബയും ഹമീദും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചു. വാപ്പയെ കൂടാതെ മകളുടെ നിക്കാഹ് നടത്തിക്കൂടുന്ന സമുദായ മര്യാദ ലംഘിച്ചതുകൊണ്ട് സമുദായ അംഗങ്ങൾ വിവാഹ സദസ്സിൽ പ്രതിഷേധിച്ചു. കാക്കയും ഐഷയും ഹാജിയാരുടെ കാല് പിടിച്ചപ്പോൾ ഹാജിയാർ സദസ്സിൽ വന്നു. എന്നാൽ നിക്കാഹ് നടന്നില്ല. ഈ സംഭവം ഇബ്രാഹിം കാക്കയെയും ഹമീദിനെയും വല്ലാതെ ബാധിച്ചു. കാക്ക രോഗബാധിതനായി. ഹമീദ് നാട് വിട്ടു. സൈനബയുടെ കാര്യത്തിൽ കാക്ക വിഷമിച്ച് ഒടുവിൽ അവളെ ഹാജിയാരുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. ഖദീജ അവളോട് ക്രൂരമായി പെരുമാറി. എങ്കിലും പാത്തുമ്മ അവൾക്കൊരു തണലായിരുന്നു. ഇബ്രാഹിം കാക്കയും വല്ലാത്ത അസുഖത്തിലായി. അസുഖം കൂടാനും തുടങ്ങി. സൈനബയെ കാണാനുള്ള ആഗ്രഹം റോസി വഴി അയാൾ അറിയിച്ചെങ്കിലും ഹാജിയാർ അതിന് സമ്മതിച്ചില്ല. ഇബ്രാഹിം കാക്ക ആഗ്രഹം സാധിക്കാതെ തന്നെ മരിച്ചു. ഖദീജയുടെ പോരും വക്രബുദ്ധിയും ഹാജിയാർ മനസ്സിലാക്കി തുടങ്ങി. ബോംബെയിലെ പ്രസിദ്ധ സ്വർണ്ണ വ്യാപാരിയായ മുഹമ്മദ് യൂസഫ് നാട്ടിലെത്തി. ബ്രാഞ്ച് തുടങ്ങുകയായിരുന്നു ലക്ഷ്യം. വാടകയ്ക്കെടുത്തത് ഹാജിയാരുടെ കെട്ടിടമായിരുന്നു. ഹാജിയാർ സൈനബയെ മുഹമ്മദ് യൂസഫിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വിവാഹം ഗംഭീരമാക്കുവാനും. സൈനബയുടെ മനസ്സ് ഹമീദിലായിരുന്നു. സൈനബയുടെ സങ്കടത്തിൽ ഹാജിയാരുടെ മനസ്സ് മാറി. ഹമീദ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകം നല്ലവനായി തീർന്ന ഹാജിയാർ സൈനബയെ ഹമീദിന് വിവാഹം കഴിച്ചു കൊടുത്തു.